അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. നമ്മുടെ വിശേഷങ്ങൾ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ നമ്മുടെ വ്ലോഗ് വഴിയും അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എന്താ പറയുക, എൻ്റെ പണികളിലോട്ട് അങ്ങ് കടന്നിട്ടുണ്ട്. ഇന്ന് മോനിക്ക് കോളേജ് ഉണ്ട്. ഇന്ന് അവൻ ഫുഡ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അവൻ കൊണ്ടുപോകുന്നുള്ളത്. അങ്ങനെ രാവിലെ തന്നെ ഏതോ ഒരു വീഡിയോ പ്ലേ ചെയ്ത് വെച്ചിട്ട് ഞാൻ അവനക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. ചപ്പാത്തി മതി എന്ന് പറഞ്ഞു, ചോറ് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ചപ്പാത്തി ഇനി എന്നാ മടുക്കാന്നറിയില്ല. എന്തായാലും അങ്ങനെ പെട്ടെന്നൊന്നും മടുക്കാത്തൊരു സാധനമാണ്. നമ്മളൊക്കെ ചോറ് കഴിക്കണ പോലെയാണ് അവർക്ക് ചപ്പാത്തി രണ്ടുപേർക്കും. അപ്പോൾ എന്തായാലും ഞാനിവിടെ വലിയുള്ളിയും ക്യാരറ്റും പച്ചമുളകും അതുപോലെ ഉരുളക്കിഴങ്ങും ഒക്കെ നന്നാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒരു എഗ്ഗിൻ്റെ ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വലിയുള്ളിയും കൂടി ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. ഒരെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ, രണ്ടെണ്ണം എടുത്തിട്ടില്ല. അങ്ങനെ നമുക്ക് ഇന്നും കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഞാനിതാ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി കട്ട് ചെയ്ത ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതിന് മുമ്പ് കമൻറ്റ് നോക്കാം. ഇവിടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷമാണ് കുക്ക് ചെയ്യാൻ നിൽക്കുന്നത്. അയ്യോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു അല്ലേ. ഞാൻ ഈ കമൻറ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കാൻ നോക്കിയിട്ട് നെറ്റ് കിട്ടുന്നില്ല. ആ ഒരു പ്രശ്നത്തില്ല. കുഴപ്പമില്ല, കിട്ടി. ഇന്നലത്തെ നമ്മുടെ വീഡിയോ അത്യാവശ്യം കയറിയിട്ടുണ്ട്. മോൻ എന്താണ് പഠിക്കുന്നത് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇനി റെസിപ്പി കഴിഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് ബോക്സിലേക്ക് കിടക്കാം അല്ലേ. കുക്കറാണ് വെച്ച് കൊടുത്തേക്കുന്നത്. കുക്കറിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷേ ഞാൻ കുക്കർ എടുത്തിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഐറ്റംസും ഇന്നലത്തെ അതേ സമയം എല്ലാ ഐറ്റംസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് ഒന്ന് വഴച്ചെടുക്കുന്നുണ്ട്. ഇതിലോട്ട് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ചിക്കൻ മസാലയും ചേർത്തിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിലോട്ടൊരു 4 എഗ്ഗാണ് ഞാൻ എടുത്തേക്കുന്നത്. 2 പേർക്കും കൂടി കഴിക്കാനും കൊടുക്കണം, പിന്നെ ലഞ്ച് ബോക്സിലേക്കും ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ 4 എഗ്ഗും ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വെന്ത ശേഷം സ്ക്രാമ്പിളാക്കി എടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ട് അടിയിൽ പിടിച്ചോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഈ കുക്കറിൽ ഇങ്ങനത്തെ കറി ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. പിന്നെ ഇച്ചിരി ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. പകരം ടൊമാറ്റോയും എടുക്കാം കേട്ടോ നിങ്ങൾക്ക്. അങ്ങനെ സ്ക്രാമ്പിൾ റെഡി. പിന്നെ ചപ്പാത്തി ഒന്ന് ഓയിലൊക്കെ ഒന്ന് ആക്കിയിട്ട് ഞാൻ ഇവിടെ ചുട്ടെടുക്കുകയാണ്. ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ച ചപ്പാത്തിയാണ്. അതിന് നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ചൂടാക്കി എടുക്കും കേട്ടോ. റിഹാൻക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3 ചപ്പാത്തിയാണ് എടുത്തേക്കുന്നത്. ലഞ്ച് ബോക്സിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ചെറിയ കുഞ്ഞു ബോക്സിൽ കൂട്ടാനും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അവന് ലഞ്ച് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. കാരണം പിള്ളേരെല്ലാവരും കൊണ്ടുവരുന്നുണ്ട് ഇത്രേ. നമ്മുടെ മലയാളി സ്റ്റുഡൻസിനെ പോലെ നല്ല തോന്നുന്നു കേട്ടോ. അവിടെ കുറേ മലയാളീസ് ഉണ്ട്. ഇവൻ്റെ ക്ലാസ്സിൽ ഒരു 4-5 പേരേ ഉള്ളൂ. ബാക്കിയൊക്കെ തമിഴ് കുട്ടികളാണ്. അപ്പോൾ അവർ ഭയങ്കര നീറ്റായിട്ടാണ് ഇത്ര ഫുഡൊക്കെ കഴിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ പിള്ളേർ കൈയിട്ട് വാരിയില്ലേ, അത് വേറെ വൈബ്, ഇത് വേറെ വൈബ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് കാര്യങ്ങളൊന്നും ഇല്ല. വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കും, അങ്ങനെയാണ് ഇത്ര കേട്ടോ. അപ്പോൾ ഇവനിക്ക് തന്നെ അതിശയം തോന്നി. ഇനിയിപ്പോൾ കമ്പനി ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയില്ല. തമിഴൊക്കെ ആൾ ഏകദേശം ഒപ്പിച്ച് എടുക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ചപ്പാത്തി ചൂടാക്കി അവിടേക്കൊന്ന് സെറ്റാക്കി എടുത്ത് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കണേ. ഈ എഗ്ഗ് സ്ക്രാമ്പിളും കൊടുക്കുന്നുണ്ട്. പിന്നെ ചമ്മന്തി ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കടല വെള്ളത്തിലിട്ടുണ്ട്. അപ്പോൾ ഞാൻ കടലക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചതാണ്. ചമ്മന്തി വേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ കടലക്കറി, അങ്ങനെ ഒരു ഇത്. ഞാനെപ്പോഴും ഇങ്ങനെ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും എക്സ്ട്രാ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കും. അത് പൊതുവേ എന്തിനും ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഞാൻ. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കുന്ന ഫുഡ് പലരും എന്തിനാ ഇത്ര ഫുഡ് ഉണ്ടാക്കണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരാളൊന്ന് കഴിച്ചാൽ ഒരാളൊന്ന് കഴിക്കൂല, അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ശീലിപ്പിക്കാൻ പാടില്ല. ഇനിയുള്ള ആൾക്കാരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. ഞാനെപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴും മോനോടും അല്ലെങ്കിൽ എല്ലാവരോടും പറയുന്നൊരു കാര്യം, ഇനി അങ്ങോട്ടൊന്നും ഇങ്ങനെയൊന്നും കിട്ടില്ല. എല്ലാം ഷെയറിങ് ആയിരിക്കും. എന്ത് കാര്യവും നമ്മളെപ്പോലെ 90s വരെ കഴിഞ്ഞു അല്ലേ, അതോടെ കഴിഞ്ഞു.
ഇങ്ങനത്തെയൊക്കെ ആൾക്കാർ. നമ്മുടെയൊക്കെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പഴയ ആൾക്കാരെയും പുതിയ ആൾക്കാരെയൊക്കെ കണ്ട് വളർന്ന് വന്ന ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഞാനിവിടെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലൊക്കെ ഒന്ന് സെറ്റാക്കി. ഇനി എന്താ പറയുക, എല്ലാം ഒന്ന് കഴുകി ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കടല. അങ്ങനെ നമ്മളെല്ലാം തക്കാളിയും ഉള്ളിയും ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചായ ആയോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മൾ പാൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് തിളച്ചോന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്ന് മാത്രം. നമ്മൾ ഒരു ദിവസത്തെ വളരെ കുറച്ച് കാര്യങ്ങളെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇതിക്കും അപ്പുറം നമുക്ക് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇതാകുമ്പോൾ നമ്മളിതാ എന്തൊക്കെയോ നാക്കുളുക്കുന്നു. ഓക്കെ, ഇനി നാളെ മുതൽ നേരത്തെ തന്നെ വോയിസ് ഓവർ കൊടുക്കണം. വീഡിയോ ഒക്കെ ഉച്ചവരെ ആയതുകൊണ്ട് വേഗം സെറ്റായി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ വോയിസ് ഓവർ കൊടുക്കാൻ ടൈം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മോൻ ഏതിലാണ് പഠിക്കുന്നത് ചോദിക്കുന്നുണ്ട്, എന്താ പഠിക്കുന്നത് ചോദിക്കുന്നുണ്ട്. അവൻ ബിടെക് AI ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കടലക്കറി നോക്കാം അല്ലേ. ഞാൻ ഇന്നൊരു കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന ടൈപ്പ് കടലക്കറി തന്നെയാണിത്. ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, സോമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 2 വലിയുള്ളിയും 2 തക്കാളിയും പിന്നെ 2 പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേഗം വഴറ്റിയെടുക്കാം കേട്ടോ. നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നായ ശേഷം ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ചേർത്തിയെടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് നമുക്കിതിലോട്ട് കടലയും പിന്നെ കറിക്ക് തിക്കിന് വേണ്ടിയിട്ട് ഒരു കിഴങ്ങും കൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കിഴങ്ങൊന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്, വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഉപ്പും ചേർത്തിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു 5-6 വിസിലെങ്കിലും അടുപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ വഴറ്റിയൊക്കെ സെറ്റാക്കിയ ശേഷം പിന്നെ നമ്മുടെ ഈസി കുക്കിൽ കൊണ്ടുപോയി വെക്കും കേട്ടോ, വിസിലൊക്കെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ ഓപ്പൺ ആക്കുള്ളൂ. അപ്പോൾ ഇതൊന്ന് വിസിലൊക്കെ അടിച്ച് വെന്ത് വരെ. റിഹാൻക്ക് പോകാനുള്ള സമയമായിരുന്നു, മഴ ഉണ്ടായിരുന്നു. അപ്പോൾ കുടയൊക്കെ കൊടുത്ത് അവന് കുടയൊക്കെ ചൂടിയിട്ടാണ് ഇന്ന് പോയത്. നമ്മുടെ ആലമരം വൈസ് പാർക്കിൻ്റെ അതുവരെ നടക്കണം കേട്ടോ. അവിടെയാണ് ബസ് വന്ന് നിൽക്കുന്നത്. ജസ്റ്റ് ഒരു 1/4-3 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. ഒരു 10 മിനിറ്റ് അത്രേ നടക്കാനുള്ളൂ കേട്ടോ. പിന്നെ ഈ പെണ്ണുങ്ങൾക്ക് രാവിലെ തന്നെ ജോലി, പെണ്ണുങ്ങൾക്ക് മാത്രമല്ലടോ ഈ ജോലി എടുക്കാൻ പറ്റുക, ആണുങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ എടുക്കാൻ പറ്റും. അത് മനസ്സിലാക്കട്ടെ ആദ്യം. പിന്നെ ഇനി ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കമൻറ്റ് ബോക്സ് ഇളകിക്കഴിഞ്ഞാലോ എന്നൊരു പേടിയല്ല, വേണ്ട. ജിനി ഒന്നും ദേഷ്യം തോന്നരുത്, എപ്പോഴും മുടി മറയ്ക്കണം, മുടി കാണുമ്പോൾ ഭയങ്കര കുറ്റാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ മുത്തേ, ഞാൻ ചില സമയത്ത് നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഷോളും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. മാക്സിമം വ്ളോഗിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കും. ഷോൾ യൂസ് ചെയ്യും, തലയിൽ കൂടെ എപ്പോഴും ഇടുക അങ്ങനെ ഒരു പരിപാടിയൊന്നും എനിക്കില്ലായിരുന്നു. ഇപ്പോൾ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെയും ഞാൻ ഷോൾ ഇടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കമൻറ്റ് ബോക്സ് ഇളകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ ഇത് പറഞ്ഞിട്ട് ആർക്കെങ്കിലും ദേഷ്യം വരുമെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്കിഷ്ടപ്പെട്ട വീഡിയോ, ജിനി വർക്കൗട്ട് രാവിലെ എത്ര മണിക്കാണ്? ഞാൻ വർക്കൗട്ടിന് ഈവനിങ്ങാണ് പോകണം കേട്ടോ, രാവിലെയല്ല. പിന്നെ എന്താണ് വർത്താനം? ഭക്ഷണം കുറയ്ക്കണം, ഇനിയും ഭക്ഷണം കുറയ്ക്കണമല്ലേ ഞാൻ. അല്ലെങ്കിൽ തന്നെ ഭക്ഷണം കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് ചോറും ദോശ, ഇഡലി ഇതൊന്നും കഴിക്കണം എന്നേ ഇല്ല. അതെന്താണ് അങ്ങനെയെന്ന് എനിക്ക് ഭയങ്കര അതിശയമാണ് കേട്ടോ എനിക്ക് എന്നെക്കുറിച്ച്. പിന്നെ നമ്മുടെ യൂട്യൂബിൽ വലിയ കമൻസ് ഒന്നുമില്ല, ആരും കണ്ടിട്ടില്ല എന്ന് തോന്നണേ, എല്ലാവരും ബിസിയാണെന്നാണ് തോന്നുന്നത്. ഒട്ടും കമൻസ് ഇല്ല കേട്ടോ. പിന്നെ ജിനി, നോ കോംപ്രമൈസ് ഓൺ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ, യു ഹാഡ് ഡൺ ദ ബെസ്റ്റ് ഫോർ റിഹാൻ, മേ ഗോഡ് ബ്ലെസ് ഹിം ടു അച്ചീവ് ഹിസ്
ഗോൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. എന്തായാലും എല്ലാ പാരൻസിനും ഉള്ള ഒരു ഇത് അതുതന്നെ ആയിരിക്കും അല്ലേ, മക്കൾക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ദോശ റെഡിയാക്കി അതിലോട്ട് സ്ക്രാമ്പിൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. മോനിക്ക് അയാൻകുട്ടി പോകാനായല്ലോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ രാവിലെ തന്നെ എത്ര പ്രാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നറിയോ. ഒന്നിച്ചുണ്ടാക്കൽ പരിപാടി ഇല്ലാഞ്ഞിട്ടാണത്. ഇനി ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ തോന്നും. പിന്നെ ആകെ കഴിക്കണ ഒരു ദോശ അല്ലെങ്കിൽ 2 ദോശ ഇതുണ്ടാക്കി വെച്ചിട്ട് ചൂടാറി ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ശരി കഴിക്കാൻ നേരത്ത് ഉണ്ടാക്കി കൊടുക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ആക്കും. റിഹാനാണെങ്കിലും ഒരു ദോശ കഴിക്കുള്ളൂ, ഞാൻ ഒരു 2 ദോശ അല്ലെങ്കിൽ 3 ദോശ അപ്പുറത്ത് കഴിക്കില്ല. ഉമ്മയും ഉപ്പിയാണെങ്കിലും ഓരോ ദോശയെ കഴിക്കുള്ളൂ. ഇനിയിപ്പോൾ ചപ്പാത്തിൻ്റെ കേസ് വന്നാലും പിള്ളേർ ഒരു 2-3 ചപ്പാത്തി കഴിക്കും, ഉമ്മയും ഉപ്പും ഒരെണ്ണേ കഴിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് വിചാരിക്കും, ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ചൂടാറണ്ട എന്നുള്ളൊരു തോട്ട് നമുക്ക് വരുമല്ലോ. ഈ പലരും പറയണ പോലെ നമ്മൾ തന്നെയാണ് എല്ലാവരെയും കേടുവരുത്തുന്നത് എന്നിട്ടോ അല്ലേ. അപ്പോൾ ഇതാ ദോശയ്ക്ക് ഇവിടെ ക്രിസ്പി ആക്കി എടുത്തിട്ട് ഞാൻ മോനിക്ക് കഴിക്കാൻ കൊടുത്തു. അവനക്ക് 2 ദോശ കഴിച്ചിട്ട് പിന്നെ ആളിപ്പോൾ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളൊരു ഇതിൽ നിൽക്കുകയാണ് കേട്ടോ. അയാൻകുട്ടി ഞാൻ വെയിറ്റ് ഉണ്ട്, അപ്പോൾ വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഫുഡ് ഹാബിറ്റൊക്കെ കുറച്ച് ശരിയായി കൊണ്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ തീറ്റയാണ് പ്രശ്നം. അപ്പം ഞാൻ മാക്സിമം ഫുഡ് തന്നെ കൊടുക്കാൻ നോക്കും കേട്ടോ വിശന്ന് കഴിഞ്ഞാൽ ആ സമയത്ത്. അങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോയി. ഇനി കമൻറ്റ് ഉണ്ടോയെന്നൊന്ന് ഞാൻ നോക്കട്ടെ. കുറേ കമൻറ്റ്സ് വന്നിരുന്നു. ഹിന്ദുസ്ഥാൻ കോളേജിലാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി എനിക്ക് മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 3rd ഇയർ BSc കാർഡിയാക് ടെക്നോളജിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അൻസ പറഞ്ഞിട്ട് കുട്ടിയാണ്. മോനിക്ക് റാഗിങ്ങൊക്കെ കിട്ടുന്നുണ്ട്, ഒന്ന് പോയി രക്ഷപ്പെടുത്തു കേട്ടോ. റാഗിങ് മീൻസ് അങ്ങനെ എന്താ ബസ്സിൽ എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ 3 മണിക്ക് കാണും. ഓക്കെ, മോൻ ഏതോ പഠിക്കുന്നത് ഞാൻ പറഞ്ഞു. ഇനി നോക്കട്ടെ എന്താണ്. കൊയിലാണ്ടിയാണ് ഞാൻ കാണുന്നത്, കൊയിലാണ്ടി എന്നാണ് കാണുന്നത് അല്ലേ. സൂപ്പർ വ്ളോഗ്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻജോയ്മെൻറ്റ് ചെയ്യണം. ഇതൊക്കെ ഞാൻ ഇന്നലെ വായിച്ചതാണ്, ഇനിയിപ്പോൾ വീണ്ടും വായിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. അങ്ങനെ ഞാൻ എല്ലാവരുടെയും ഒന്ന് അടിച്ചു വാരി എടുത്തു. കുട്ടിക്കും പോകാൻ സമയമായി, അവനും പോയി. ഇപ്പോൾ വീട്ടിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ആൾ കമ്മിയായി. പിന്നെ ഇന്ന് ചേച്ചി വന്നിട്ടുണ്ട് ബാക്കിലത്തെ പുല്ലും കാര്യങ്ങളൊക്കെ വലിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അപ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ടിൽ വീണ്ടും പുല്ലൊക്കെ വളർന്നു. എന്തൊരു കഷ്ടം ഇത്, ചെടി വളർത്തിയ പോലും ഇങ്ങനെ വളരൂല, അമ്മാതിരി പ്രശ്നമാണിത്. അങ്ങനെ ഞാൻ വേഗം എന്താ പറയുക പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. നല്ല ക്ഷീണം ഉണ്ടാവില്ല എൻ്റെ വോയിസിൽ. ഇനി ഞാൻ എന്താ സംസാരിക്കുക, നിങ്ങൾ തീരെ കമൻറ്റ് ഇടാണ്ടിരുന്ന ഇതാണ് എൻ്റെ അവസ്ഥ. എനിക്ക് സംസാരിക്കാനൊന്നും ഉണ്ടാവില്ല. ഞാൻ പിന്നെ വോയിസ് ഇട്ടിട്ട് മ്യൂസിക് ഇട്ടിട്ട് എൻ്റെ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള പാത്രങ്ങൾ, കുട്ടികൾ പോയതിന് ശേഷമുള്ള പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഞാൻ ബാക്കിലോട്ട് പോയപ്പോഴാണ് ചേച്ചി വന്നിട്ട് പുല്ല് വലിക്കണത് കണ്ടത് കേട്ടോ. അപ്പം ഇനി 36 നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അത് ഇത്തിരി കഴിഞ്ഞിട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ. അങ്ങനെ ഇതാ വേഗം സാരി ഒക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ചറപറ മഴ പെയ്യാത്തതുകൊണ്ട് ഇടയ്ക്കൊരു ഗ്യാപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് തുണികളൊക്കെ ഉണങ്ങിക്കിട്ടുണ്ട്. പണ്ട് രാവിലെ ഇട്ടത് നമ്മൾ രാത്രി എടുക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ രാവിലെ ഇട്ടത് പിറ്റേ ദിവസം രാവിലെ എടുക്കും. നെക്സ്റ്റ് ബാച്ച് തുണികൾ ഇടാൻ പോകുമ്പോഴാണ് എടുത്തിട്ട് ഉള്ളിൽ കൊണ്ടുവയ്ക്കാറ് കേട്ടോ. അങ്ങനെ ആക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് ഉണങ്ങാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ അത്. അങ്ങനെ 2 വാഷിംഗ് ഉണ്ടായിരുന്നു. ഒരു വാഷിംഗ് കഴിഞ്ഞതും ഞാൻ പോയി തുണികളൊക്കെ ഇട്ടു. ഇനി ഒരു വാഷിംഗ് കൂടി ഉണ്ട്, അത് പിന്നെ ഉമ്മ കുറച്ച് കഴിഞ്ഞിട്ട് ഇടും. അത് ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മെഷീനുള്ളത് എത്ര വലിയ ഭാഗ്യമാണെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. തിരുമ്പാൻ ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ കഷ്ടപ്പെടാത്തൊരാളാണ് കേട്ടോ. അതായത് കല്യാണത്തിന് മുമ്പാണെങ്കിലും വീട്ടിലാവുന്ന സമയത്ത് ഉമ്മ തന്നെ തിരുമ്പി തരിക. വല്ലപ്പോഴും യൂണിഫോം തിരുമ്പി അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഇവിടെ വന്ന മുതൽ മെഷീനുണ്ട്. എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾ ചെറുതാകുമ്പോൾ അവരുടെ കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടാവില്ലേ, അത് മാത്രമാണ് തോന്നുന്നു ഞാൻ ആയിട്ട് തിരുമ്പിയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
തിരുമ്പുക മീൻസ് അലക്കുക, കുറേ നാട്ടിൽ തിരുമ്പുക എന്ന് പറയുമല്ലോ. അങ്ങനെ എഗ്ഗ് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. പലരും ഇപ്പോഴും എന്താ വെയിറ്റ് ലോസിന് കഴിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം ഞാൻ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അതാണ് മെയിനായിട്ട്. ലോസ് ചെയ്യുകയാണെങ്കിൽ ലോസ് ചെയ്യട്ടെ, അത്രയേ ഉള്ളൂ. കടല എടുത്തിട്ടുണ്ട്, പിന്നെ ചമ്മന്തി എടുത്തിട്ടുണ്ട്, പൊടിയും ഉണ്ട്, പൊടി വേണമെങ്കിൽ അതും എടുക്കാം. അങ്ങനെ നമ്മൾ ഇച്ചിരി കടലയും പിന്നെ ഒരു ദോശയും അതിൻ്റെ കൂട്ടത്തിൽ കഴിച്ചിരുന്നു. ഇന്ന് എനിക്കെന്തോ ക്രിസ്പി ദോശ കഴിക്കാൻ തോന്നിയപ്പോൾ ഞാൻ ഒരെണ്ണം കഴിച്ചു. ഇന്ന് സിറ്റൗട്ടിൽ മാത്രമേ ഞാൻ മാറാല് തട്ടിയിട്ടുള്ളൂ കേട്ടോ, ഉള്ളിൽ തട്ടിയിട്ടില്ല. ഉള്ളിൽ ഇൻഷാല്ലാ നാളെ തട്ടണം എന്നുണ്ട്. നാളെ ഇനി ഹോസ്പിറ്റലിൽ പോകണം, അപ്പോൾ നോക്കിയതിന് ശേഷം അല്ലെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച മുതലേ നമ്മൾ തുടങ്ങുള്ളൂ എന്തും. അങ്ങനെ സിറ്റൗട്ടിലൊക്കെ ഒന്ന് മാറാലേക്ക് ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഈ പൂച്ചനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് ഇപ്പോൾ, സത്യമായിട്ടും അമാതിരി ഒരു പണിയാണ് ചെയ്ത് കൂട്ടിയത്. കുരങ്ങൻ പൂച്ച, നിങ്ങൾക്ക് ഈ സ്വഭാവമൊക്കെ ഉണ്ടോ? കുരങ്ങൻ പൂച്ച, പട്ടിപ്പൂച്ച എന്നൊക്കെ പറയണത്. അങ്ങനെ നമ്മൾ എന്താ പറയുക, സെറ്റിയൊക്കെ ഒന്ന് തട്ടി കുടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോയിട്ട് സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കണം. ഞാൻ ചായ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ഉമ്മയും ഉപ്പയും കഴിക്കണേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് എഗ്ഗും കഴിച്ച് മരുന്നും കഴിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ ചായ വെക്കാറുള്ളത്. പണ്ട് ഞാൻ കഴിച്ച ഉടനെ ഞാൻ പോയി ചായ വെക്കും, അപ്പോൾ അത് കറക്റ്റായിരിക്കും. ഇപ്പോൾ പിന്നെ അവർക്ക് കുറച്ചുകൂടി ടൈം വേണം. അപ്പം നമ്മൾ ആ സമയം ചുമ്മാ ഇരിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നിട്ട് ഓരോ പണികൾ ചെയ്യണത് കേട്ടോ. അതാവുമ്പോൾ വേഗം വേഗം പണികൾ തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഇതാ വേഗം അടിച്ചു വാരി എടുക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. ഇന്ന് ജിമ്മിൽ ഷോൾഡറാണ് ചെയ്തത്. ഇന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ടേ വർക്കൗട്ട് ചെയ്യാൻ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പോട്ടെ എന്നും പറഞ്ഞതാണ്. പക്ഷേ കോച്ച് പറഞ്ഞു പോവുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പോയിക്കോ, മോനെ വർക്കൗട്ട് ചെയ്തിട്ടേ പറഞ്ഞേക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നിവൃത്തിയില്ലാണ്ട് നമ്മളവിടെ നിന്നു. അങ്ങനെയൊക്കെ ഓരോ ട്രിക്ക് കാണിക്കായിരിക്കും മേ ബി. അങ്ങനെ ഷോൾഡറൊക്കെ അടിച്ചു. 3 വർക്കൗട്ടേ തന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ കാർഡിയോ ചെയ്തു. ഒരു സാധനം ഉരുട്ട് ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ട് പോണൊരു സാധനമല്ലേ, അതിൽ 20 കിലോ വെയിറ്റ് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി 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 5 റൗണ്ട് ഫിനിഷ് ചെയ്തു കേട്ടോ. ഞാൻ തള്ളാൻ പിന്നെ ഞാൻ പണ്ടേ മിടുക്കിയാണെന്ന് പറയുന്ന പോലെ. അങ്ങനെ കോഫി ചായ എന്തുണ്ടാക്കണം പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ അന്തം വിട്ടിരിക്കുകയായിരുന്നു ഞാൻ. ചായപ്പൊടി എടുത്തു, ഇടാൻ നിന്നു, വേണ്ട കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോഫി പൗഡർ എടുത്തു, ഇതുപോലെ പഞ്ചസാര ഇട്ടു. പക്ഷേ ഇതുപോലെ പഞ്ചസാര ഇടുന്നത് മണ്ടത്തരാണെന്ന് പിന്നെ മനസ്സിലായി. അപ്പോൾ ഞാൻ വൈകുന്നേരം കോഫി ഉണ്ടാക്കിയപ്പോൾ അതിൽ തന്നെ പഞ്ചസാര ഇട്ടു കേട്ടോ. കാരണം ഇങ്ങനെ ഇടുന്നതും അതിലിടുമ്പോഴും ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു കേട്ടോ. പിന്നെ ഇതാ കോഫി എടുത്തിട്ടുണ്ട്. ഇനി കോഫിയൊക്കെ കുടിച്ചിട്ട് ചേച്ചിക്കുള്ള കോഫി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി കഴിക്കാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. 36 നമ്മളൊരു 10:45 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഫുഡ് കൊടുക്കുക. കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. പൊടിയും ചമ്മന്തിയും പിന്നെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കൊണ്ടുവച്ചു. പിന്നെ സ്റ്റീൽ ഗ്ലാസ്സിൽ ഉള്ളു ചായ കുടിക്കുക. ഞാൻ കപ്പ് കൊടുത്താൽ വേണ്ടാന്ന് പറയും. ഇനിയിപ്പോൾ പലരും കമൻറ്റ് ചെയ്യും, നിങ്ങൾ മഗ്ഗിൽ കുടിച്ചിട്ട് അവർക്ക് സ്റ്റീൽ ഗ്ലാസ്സിൽ കൊടുക്കണമെന്നുള്ളത്. അങ്ങനെ ഒരു പ്രശ്നം എനിക്കില്ല കേട്ടോ. ഞാൻ ആര് വന്നാലും കപ്പിലാണ് ചായ കൊടുക്കുക. അപ്പോൾ അവർ എന്നെ ഇതിൽ കുടിച്ചിട്ട് ഞങ്ങൾക്ക് ശരിയാവുന്നില്ല, സ്റ്റീൽ ഗ്ലാസ്സിൽ മതി എന്ന് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ പിന്നെ അങ്ങനെ കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ അതിലൊന്നും വലിയൊരു കാര്യം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പണ്ടുള്ള ആൾക്കാരിങ്ങനെ ഉണ്ടാക്കിയെടുത്ത കുറേ കാര്യങ്ങളാണ് അതൊക്കെ. അങ്ങനെ നമ്മൾ വേഗം പാത്രങ്ങൾ കഴുകി വെച്ചതിനൊക്കെ കൊണ്ടുപോയി എടുത്ത് വയ്ക്കുകയാണ്. അയ്യോ, സംസാരിച്ചിട്ട് വായൻ്റെ 2 സൈഡും കടഞ്ഞു പോയിട്ടുണ്ട്. പണ്ട് മുതലേ വല്ല മ്യൂസിക് വിട്ടതാണെങ്കിൽ ഈ ഒരു പണി ഉണ്ടാവില്ല ആക്കാരല്ലേ എനിക്ക്. പിന്നെ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ വാഴൻ്റെ പൂവില്ലേ, അത് ഉപ്പേരിയാണ് വെച്ചത് കേട്ടോ. അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബും FBയും ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.